തകർന്ന് തരിപ്പണമായി കാലങ്ങളായി യാത്രാദുരിതം നേരിടുന്ന പാറക്കട്ട ഐല കടപ്പുറം റോഡിന് ഹാർബർ എഞ്ചിനീയറിംഗ് ഫണ്ട് ഉപയോഗിച്ച് 65 ലക്ഷം രൂപ അനുവദിച്ചിട്ടും കരാറുകാരൻ ഏറ്റെടുത്ത പ്രവൃത്തി പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. എ.കെ.എം. അഷ്റഫ് എം.എൽ.എയുടെ ഇടപെടലിനെ തുടർന്നാണ് റോഡിന് ശാപമോക്ഷമേകുവാൻ തുക അനുവദിച്ചത്. എന്നാൽ കരാറുകാരന്റെ ഉത്തരവാദിത്വമില്ലായ്മയും നിഷേധാത്മക നിലപാടും കാരണം തങ്ങൾ ദുരിതത്തിലാണെന്ന് നാട്ടുകാർ പറയുന്നു. സ്കൂൾ, ആരാധനാലയങ്ങൾ അടക്കം ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പോകേണ്ടുന്ന പ്രധാന പാതയാണിത്. നൂറുകണക്കിന് യാത്രക്കാർ ദിനംപ്രതി കടന്നുപോകുന്ന പാതയായിട്ടും നടപടിയുണ്ടാകാത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. മെറ്റൽ മിശ്രിതം പാകി ആഴ്ചകൾ കഴിഞ്ഞിട്ടും മറ്റ് പ്രവൃത്തികളൊന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ല. സ്കൂൾ കുട്ടികളടക്കം നടന്നുപോകുന്ന പാതയിൽ എതിർദിശയിൽ വാഹനങ്ങൾ വരുമ്പോൾ മെറ്റൽ മിശ്രിതം ഇളകിത്തെറിക്കുന്നത് വലിയ ഭീഷണിയായി മാറുന്നുണ്ട്. ഡ്രെയിനേജുകളുടെ സ്ലാബുകളടക്കം തുറന്നിട്ടിരിക്കുന്നതും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. പണിയെല്ലാം തുടങ്ങി വെക്കുന്നത് ഈ സ്കൂളില്ല സമയത്ത് മാത്രമാണ്. ഇവർ റോഡിൻ്റെ പണിയും ഈ ഡ്രെയിനേജിൻ്റെ പണിയും എല്ലാം നടക്കുന്ന ഈ സ്കൂൾ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം ഇഷ്ടം പോലെ ഉണ്ടായിട്ടും അവർ ഒരു പണിയും ഇവിടെ നടത്തുന്നില്ല. എല്ലാം ഈ കുഞ്ഞോളെ കൊണ്ടുപോകാനുള്ള വണ്ടി, എത്ര വണ്ടി, എല്ലാ സ്കൂളിൻ്റെ വണ്ടിയിലെ പാസ്സാകുന്നു. ചെറിയ ചെറിയ റിക്ഷക്കാർക്കാണ് ഞങ്ങൾക്കാണ് വലിയ അടി വരുന്നത്. ഒരു ടയർ വാങ്ങിക്കണമെങ്കിൽ ഞങ്ങൾക്ക് 4000 റുപ്യ എടുക്കുക വരുന്നത്. നമുക്ക് കിട്ടുന്നത് തുച്ഛമായ ഒരു വാടകയാണ്. നമുക്ക് പിന്നെ കുഞ്ഞോളെ ഇവിടുത്തെ സ്കൂളിന് മുമ്പിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായതുകൊണ്ട് നമ്മൾ മാത്രം വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ റൂട്ടിലേ വരില്ല. ഇപ്പം ഇതേപോലെ ആക്കിയിട്ട് വെച്ചിട്ട് ഇന്നേക്ക് 3 ദിവസമായി. ഈ 3 ദിവസവും ഒരു വണ്ടി റോളർ വന്നിട്ട് അമർത്തിയോ ഒന്നും ചെയ്തില്ല. ഇത് അമർത്തിയതിൻ്റെ സിസ്റ്റം ശരിയുമില്ല. എന്നുവെച്ചാൽ ഇത് സിമെൻറ്റ് പൊടി ഇട്ടിട്ടായിട്ട് കുറച്ച് വെള്ളം അടിച്ചിട്ട് ലെവലാക്കിയിട്ട് പക്ഷേ മാത്രമേ റോളർ ഇട്ട് അമർത്തിയാൽ അത് കുറച്ച് സിറ്റിംഗ് ആവും, അല്ലെങ്കിൽ അത് സെറ്റാവില്ല. ഇപ്പോൾ ഒരു നല്ല മഴ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒലിച്ചിട്ട് പോകും, എല്ലാം കലങ്ങിയിട്ട് പോകും. ഇതെല്ലാം വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടിയിട്ട് ഇലക്ഷൻ്റെ സമയത്ത് ഒരു പ്രഹസനത്തിന് വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന പണിയാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ വരുന്നവരെ ഇവർ എന്താക്കി ഇതുവരെ ഉറങ്ങിയതാണ്. റോഡിന്റെ പ്രവൃത്തി എത്രയും വേഗം പൂർത്തീകരിക്കുവാൻ കരാറുകാരൻ തയ്യാറാകണമെന്നാണ് നാട്ടുകാരും യാത്രക്കാരും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.